സദ്ഗതി വന്നു എന്നാണ്. അപ്പം നമ്മൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കണില്ല, നമ്മൾ വേണ്ടതുപോലെ കേൾക്കണില്ല, നമ്മൾ വേണ്ടതുപോലെ അനുഷ്ഠിക്കണില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു അവസ്ഥ വന്നു ചേരാത്തത്. അപ്പം നമുക്ക് ഇത്രയും ദിവസം നാമം ജപിച്ചു, രാമായണം വായിച്ചിട്ട് ഒന്നും അതിലോ അതിന് 2 വശങ്ങളുണ്ട്. നമ്മളിതൊക്കെ ചെയ്യുമ്പോഴും എപ്പോഴാണാവോ എൻ്റെ ദുരിതം മാറുക, എന്നാണാവോ ദുരിതം മാറുക, ഇതുകൊണ്ട് വല്ല ഉപകാരം ഉണ്ടാവുകയാവോ എന്നുള്ളൊരു ഭാവം നമ്മുടെ ഉള്ളിൽ. കാരണം നമുക്ക് വ്യഥയാണ്, ഈ നമ്മുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ മാറണം എന്നുള്ളൊരു വ്യഥ നമ്മുടെ ഉള്ളിലുണ്ട്. അതിനാണ് വേണ്ടിയിട്ടാണ് വന്നിരിക്കണേ അല്ലേ. എന്താ കിട്ടുക എന്ന് ചോദിക്കാണ്ട് ആൾക്കാർ എന്തെങ്കിലും ഒരു കാര്യം എന്നിട്ട് ഞാൻ അത് ചെയ്തോട്ടെ എനിക്കെന്താ ലാഭം എന്നാ ചോദിക്കാല്ലേ. അവനവന് ലാഭമില്ലാത്തതൊന്നും ചെയ്യില്ല. അപ്പം ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു ഭാവത്തോട് കൂടിയിട്ടാണ് നമ്മൾ വന്നിരിക്കണേ. അതൊരു തെറ്റായ ഭാവം എന്നല്ല, അതാ ജീവന അത്രയും ഇതാകുമ്പോൾ നമുക്ക് എങ്ങനെയാണോ മുങ്ങി താഴുമ്പോൾ കച്ചിത്തുരുമ്പ് കിട്ടണ പോലെയാണ് എന്ന് പറയണ പോലെയാണ്. അപ്പം എവിടെയൊക്കെയാ രക്ഷ എന്ന് നോക്കി നടക്കുക. അപ്പം നമ്മൾ അത് പാരായണം ചെയ്യുമ്പോൾ ഈ ഒരു ഭാവത്തിലാണ് വന്നിരുന്ന് പാരായണം ചെയ്യുന്നത്. അപ്പം നമുക്ക് വേണ്ടതുപോലെയുള്ളൊരു പരമമായ പ്രേമഭക്തി ഉണ്ടാവണില്ല അവിടെ. പിന്നെ ഇത്ര നാമം ജപിക്കണം, ഇത്ര ഒരു നാമം ജപിക്കണം എന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ എണ്ണം പിടിക്കലാവും. അപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ പ്രേമഭാവം വരണില്ല. കാരണം ഒരെണ്ണം കൂടിയാലോ ഒരെണ്ണം കുറഞ്ഞാലോ അല്ല നമ്മൾ ജപിക്കണത്. ഒരു നാമം ജപിച്ചാൽ ആ നാമം വ്യക്തമായിട്ട് നന്നായിട്ട് വേണ്ടതുപോലെ ആ പ്രേമഭാവത്തോടു കൂടി ജപിക്കുക എന്നുള്ളതിലാണ് കാര്യമുള്ളത്. അപ്പം നമ്മൾ ശ്രവിക്കണേൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, എത്രയോ ജന്മജന്മാന്തരങ്ങളായിട്ട് അല്ലേ, ദിവസങ്ങളായിട്ട് കൂട്ടിയിട്ടേക്കണ ഒരു ഇത് വർഷങ്ങളായിട്ട് ഇട്ട് അതിൻ്റെ ഉള്ളിൽ മുഴുവനും മാലിന്യങ്ങൾ എന്ത് കിട്ടിയാലും ആ വാതില തുറക്കും, അതിൻ്റെ ഉള്ളിലേക്ക് ഇടും. അങ്ങനെ ഇട്ടിട്ട് കൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ദുർഗന്ധം വമിച്ചിട്ട് മറ്റുള്ളവർക്ക് പോലും അല്ലേ, നമ്മളെ ആലോചിച്ച് നോക്കുക. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അത് വൃത്തിയാക്കാൻ നോക്കിയാൽ എത്ര വൃത്തിയാക്കിയാലും അത് വൃത്തിയാവുക അല്ലേ. അതേസമയം നിത്യം വൃത്തിയാക്കുകയാണെങ്കിലോ ആ വൃത്തികേട് ഉണ്ടാവില്ല. അപ്പം നമ്മളുടെ ഉള്ളിൽ എത്രയോ ജന്മജന്മാന്തരങ്ങളായിട്ട് അട്ടിക്ക് ഇട്ടിട്ടുള്ള കർമ്മപ്രാരാബ്ധങ്ങൾ, ആ ദുർവാസനകളൊക്കെ ഉണ്ടാവും. രാവണൻ്റെ തല മുളച്ച് വരുന്നത് പോലെ നമ്മുടെ വാസനകൾ വീണ്ടും 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 നാമം ജപിക്കുന്നു, അത് കേൾക്കുന്നു. അപ്പോൾ കുറച്ച് ഭാഗം അത് ഇതാവും, പിന്നെയും വീണ്ടും അത് മുളച്ച് വരികയാണ് ചെയ്യണത്. അങ്ങനെ ആ മുളച്ച് വന്ന തലകളെ മുഴുവനും രാമൻ എഴുതാലും പിന്നെയും അത് അത്രയ്ക്കും ശക്തിയാണ് ആ കർമ്മവാസനകൾക്ക്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിത്യോപാസന ചെയ്യണമെന്ന്. അപ്പം ഇത് ഇന്ന് വായിച്ചു, ഇവിടെ മടക്കി വെച്ചു, നാളത്തോടു കൂടി മടക്കി വെച്ചു.